ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സേ ചിയേഴ്സ്. ഇന്ന് നമ്മളൊരു ബനാന വാൾനട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ പഴമൊക്കെ ഇങ്ങനെ കറുത്ത് പോവില്ലേ തൊലി, അപ്പോൾ നമ്മൾ ആരും അത് കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നാൽ വേഗം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു 5 ഇഞ്ചസിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ട് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള സൈസിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് സൈഡിൽ വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലൊരു 4 ഏലക്കായിൻ്റെ കുരു മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ആ കേക്ക് ടിന്നിൽ നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തില്ലേ, അത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് അതിൻ്റെ സൈഡിലും ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ഒക്കെ ബട്ടർ തേച്ച് കൊടുക്കണം. ഇനി ഒരു പാത്രത്തിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ വലിയൊരു അരിപ്പ വെച്ചിട്ട് അതിൽ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ വീതം ചുക്കുപൊടി, ഗ്രാമ്പു പൊടിച്ചത്, പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊരു 3 തവണ അരിച്ചെടുക്കണം ഇതൊക്കെ. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇത് ഞാനിപ്പോൾ ചേർത്താൻ മറന്നു, അതുകൊണ്ട് ഞാൻ ലാസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാനൊരു 3.5 പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3, 4, 5 ഒക്കെ എടുക്കാം. അതിനെ നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തി ഉടച്ചിട്ട് പിന്നെ ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ നമ്മളൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും, പിന്നെ ഒരു 1/4 കപ്പ് പുളിക്കാത്ത തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആ മറന്നുപോയ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഉപ്പിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, പക്ഷേ നിങ്ങളൊരു നുള്ളു ഉപ്പ് ചേർത്തണം കേട്ടോളൂ. പിന്നെ നമ്മൾ ആ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചത് ഈ മൈദയുടെ പാത്രത്തിൽ തന്നെ ഒന്ന് അത് മരിച്ചെടുക്കണം നമ്മൾ. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒരു പാത്രത്തിലില്ലേ, അതിൽ കുറച്ചായിട്ട് മൈദ ഇട്ട് നമ്മളൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ അതിൽ നാരങ്ങയുടെ ജസ്റ്റ് ഒന്ന് ഓറഞ്ചോ നാരങ്ങയോ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. വാൾനട്ടും എന്ത് വേണമെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ്, അണ്ടിപ്പരിപ്പ് അതൊക്കെ എടുത്ത് കുറച്ച് മൈദ അതിലിട്ടിട്ട് അതിനെ ഒന്ന് കോട്ട് ചെയ്യാം മൈദയിൽ. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ അടിയിലേക്ക് പോവില്ല എല്ലാം, അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിൽക്കും. അതിന് വേണ്ടി അത് ചെയ്യുന്നത്. ആ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് മുകളിലൊന്ന് വതറാൻ വേണ്ടിയിട്ട്. മാവ് ഭയങ്കര ലൂസാകാനും പാടില്ല, ഭയങ്കര കട്ടിയും പാടില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു കുറച്ച് ലൂസാകണം തോന്നിയത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ പാലും ഒഴിച്ച് കൊടുക്കാം. എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. വെള്ളം ആയാലും മാവായാലും പഞ്ചസാര ആയാലും എല്ലാം റൂം ടെമ്പറേച്ചറിലായാലേ കേക്ക് നന്നായി ബേക്കായി കിട്ടുള്ളൂ. ഇനി ഈ മാവിനെ കേക്ക് ടിന്നിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ ടാപ്പ് ചെയ്ത് കൊടുത്ത് മുകളിലൊന്നിങ്ങനെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ എന്തുണ്ടെങ്കിലും ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കണം. ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ OTG. അപ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 50 മിനിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ എന്തായാലും ഒരു 45 മിനിറ്റ്സ് എടുക്കും. ഇത് കേക്കിൻ്റെ നല്ലൊരു മണം വരും. അപ്പോൾ 45 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതിനെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ എന്തുണ്ടെങ്കിലും ഒരു കോല് കൊണ്ട് നമുക്കിങ്ങനെ അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കണം. ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കോല്, അപ്പോൾ അത് ബേക്ക് ചെയ്തതായി എന്നാണ്. അല്ല കുറച്ച് മാവിൻ്റെ ഒക്കെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബേക്ക് ചെയ്യാൻ വെക്കുക. ഒരു 5 മിനിറ്റും കൂടെ വെക്കുക, പിന്നെ ചെക്ക് ചെയ്യുക, പിന്നെ ഒരു 5 മിനിറ്റും വെക്കുക. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആ ടൂത്ത് പിക്ക് ക്ലീനായി വരുന്ന വരെ ബേക്ക് ചെയ്തിട്ട് അതിനെ വെളിയിലെടുക്കണം. ഇനി ആ കേക്കിനെ വെളിയിൽ വെച്ചിട്ട് ഒരു ടവൽ കൊണ്ട് അതിനെ അടച്ച് വെക്കണം. ആറിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് പാത്രത്തിലാക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. ആറിയ ശേഷം കട്ട് ചെയ്താലേ കട്ട് ചെയ്യാൻ ശരിക്കും കിട്ടുള്ളൂ. ചൂടോടെ കട്ട് ചെയ്താൽ അത് നേരെ മാർക്കം കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഞാനിവിടെ കേക്ക് കട്ട് ചെയ്യാൻ ഒരു സെറേറ്റഡ് നൈഫാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ കത്തി കൊണ്ടും കട്ട് ചെയ്യാം, പക്ഷേ ജനറലി കേക്ക് കട്ട് ചെയ്യാൻ സെറേറ്റഡ് നൈഫാണ് യൂസ് ചെയ്യാറ്.
ഈ കത്തി എൻ്റെ ഏട്ടൻ ഒമാനിൽ കൊണ്ടുവന്ന് തന്നാണ്. ഞാൻ ബേക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബേക്കിംഗ് ടൂൾസ് കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇതും കൊണ്ടുവന്നു. പക്ഷേ ഇന്ന് വരെ അവനൊരു കേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഇനി വരുമ്പോഴാണ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കേക്കാണ് കിട്ടുക. ഇത് ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇത് കുറേ ദിവസം വെളിയിൽ വെക്കാൻ പറ്റില്ല. നമുക്ക് 3-4 ദിവസം വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ളത് വെളിയിൽ വെച്ചിട്ട് കഴിച്ചാൽ മതി. ഞാനിത് കേക്ക് രാത്രി ഉണ്ടാക്കിയതേ, അപ്പോൾ പിന്നെ ഉറങ്ങേണ്ട സമയമായപ്പോൾ പിന്നെ വേഗം കട്ട് ചെയ്യാൻ ധൃതിയായി. അതുകൊണ്ട് അധികം തണുക്കുന്ന മുമ്പേ ഞാൻ കട്ട് ചെയ്തു. അതുകൊണ്ട് പീസസ് കറക്റ്റ് ഈവനായിട്ട് കിട്ടാണ്ടിരുന്നത്. നിങ്ങൾ തണുത്തിട്ട് കട്ട് ചെയ്താൽ മതി കേക്കിന്. അപ്പോൾ ശരി, എന്നാൽ വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.